തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ പ്രഖ്യാപനങ്ങളെ വലിയ ആഘോഷമാക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകരും വിജയ് ആരാധകരുമൊക്കെ തന്നെ. അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ പലതും വലിയ സംഭവമാണെന്ന തരത്തിലാണ് സൈബർ ഇടത്തിൽ പ്രചരിപ്പിക്കുന്നതുമൊക്കെ തന്നെ. അത്തരത്തിലായിരുന്നു തമിഴ്നാട്ടിൽ 717 മദ്യശാലകൾ അടച്ചുപൂട്ടാനുള്ള ഉത്തരവിട്ടതിനെക്കുറിച്ചും പ്രചാരണങ്ങൾ നടന്നത്. ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയുടെ 500 മീറ്റർ പരിധിയിലുള്ള മദ്യശാലകളായിരുന്നു ഏതാനും ദിവസം മുമ്പ് അടച്ചുപൂട്ടാൻ വിജയ് ഉത്തരവിട്ടത്. മധുര കഴിഞ്ഞാൽ കോയമ്പത്തൂർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മദ്യശാലകൾക്ക് ഇത്തരത്തിൽ പൂട്ട് വീഴുന്നത്. കോയമ്പത്തൂരിലെ 173 മദ്യശാലകൾ അടച്ചുപൂട്ടുമ്പോൾ തലസ്ഥാനമായ ചെന്നൈയിൽ 99 മദ്യശാലകളും പൂട്ട് വീഴും. തൃശ്ശി മേഖലയിൽ 84, സേലം മേഖലയിൽ 80 മദ്യശാലകൾ അത്തരത്തിൽ പൂട്ടും. ഒരുപക്ഷെ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു തീരുമാനമെന്ന നിലയിൽ ഇത് പിന്നീട് വിജയ് തിരുത്തിയേക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം ഇത്രയധികം മദ്യശാലകൾ അടച്ചുപൂട്ടുന്നത് സംസ്ഥാന ഖജനാവിന് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ്. വിജയുടെ മുൻ നിലപാടുകളൊക്കെ ഒന്ന് നോക്കിയാൽ വിജയുടെ പ്രഖ്യാപനങ്ങൾ പലതും ആരാധകരെ കയ്യിലെടുക്കാനുള്ള പിപ്പിടി വിദ്യ മാത്രമാണ്. കാരണം മുൻപെടുത്തിരിക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് വിജയ് യൂട്ടേൺ അടിച്ച സംഭവങ്ങൾ നിരവധിയാണ് എന്നത് തന്നെയാണ്. സത്യപ്രതിജ്ഞാ ദിനത്തിൽ അദ്ദേഹം നടത്തിയ പ്രകടനം അത്തരത്തിൽ എഴുതി തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു എന്ന് വിലയിരുത്തുന്നവരും ഏറെയാണ്. അഭിനയമല്ല രാഷ്ട്രീയമെന്ന് ഒരുപക്ഷെ അദ്ദേഹം വരും കാലങ്ങളിൽ തന്നെ തിരിച്ചറിഞ്ഞേക്കാം. വിജയോടുള്ള ആരാധനമൂത്ത ആരാധകർ ഇനി പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഒന്ന് ഓർത്തെടുക്കുന്നതും നന്നാവും. വിവിധയിടങ്ങളിൽ നിന്ന് വലിയ തോതിൽ വിമർശനം ഉയർന്നതോടെയായിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് തൻ്റെ പ്രത്യേക ഓഫീസറായി ജ്യോതിഷിയെ നിയമിച്ച തീരുമാനം കഴിഞ്ഞ ദിവസം പിൻവലിച്ചത്. വിജയുടെ വ്യക്തിഗത ജോത്സ്യനും പാർട്ടി വക്താവുമായ റിക്കി രാധൻ പണ്ഡിറ്റ് വെട്രിവേലിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി നിയമിക്കാനെടുത്ത തീരുമാനമായിരുന്നു വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചത്. ജനങ്ങളുടെ നികുതി പണം ഒരിക്കലും ദുർവിനിയോഗം ചെയ്യില്ലെന്ന് തെരഞ്ഞെടുപ്പ് റാലികളിൽ ഘോരഘോരം പ്രസംഗിച്ച വ്യക്തിയാണ് വിജയ്. അങ്ങനെ ഒരാൾ തന്നെയായിരുന്നു ജ്യോതിഷി ഉപദേശകനായി നിയമിച്ച് നികുതി പണം ദൂർത്തടിക്കാൻ ശ്രമിച്ചത്. വിവാദമായതുകൊണ്ട് മാത്രം അതിൽ നിന്ന് അദ്ദേഹം പിന്മാറിയെന്ന് മാത്രം. മറ്റൊന്ന് വിജയുടെ പട്ടിണി കഥയാണ്. ദാരിദ്ര്യത്തിലാണ് താൻ വളർന്നതെന്നും വിശപ്പിൻ്റെ വില നന്നായി അറിയാമെന്നുമായിരുന്നു സത്യപ്രതിജ്ഞാ ദിനത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം. എന്നാൽ ഈ കഥയും അത്രയ്ക്ക് വിശ്വാസയോഗ്യമായിരുന്നില്ല. ചെന്നൈയിലെ ലയോള സ്കൂളിൽ 3ാം ക്ലാസ്സിൽ താനും വിജയും സഹപാഠികളായിരുന്നു എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ മനു ജോസഫ് വിജയുടെ അവകാശവാദത്തെ തള്ളുകയും ചെയ്തു. ചെന്നൈയിലെ ലയോള സ്കൂളിൽ 3ാം ക്ലാസ്സിൽ താനും വിജയും സഹപാഠികളായിരുന്നുവെന്നും വിജയുടെ അച്ഛൻ എസ് എ ചന്ദ്രശേഖർ പ്രശസ്തനായ ഒരു സിനിമാ സംവിധായകൻ തന്നെയായിരുന്നു. അതിനാൽ ഈ പറയുന്ന പട്ടിണിക്കാലമൊക്കെയും വിശ്വസിക്കാൻ അല്പം പ്രയാസമായി തന്നെയാണ് പലർക്കും തോന്നിയത്. മകന് സിനിമയിൽ മികച്ച തുടക്കം നൽകിയതും അദ്ദേഹം തന്നെയാണ്. സിനിമയിലുള്ള മറ്റേതൊരാളെ പോലെയും വിജയുടെ അച്ഛനും സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ അതിനെ തമിഴ്നാട്ടിലെ യഥാർത്ഥ ദാരിദ്ര്യമായി താരതമ്യപ്പെടുത്താനും സാധിക്കില്ല. കയ്യിൽ പണമില്ല എന്ന് കരുതി അതൊരിക്കലും ദാരിദ്ര്യമാകുന്നില്ല. രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതോടെ സിനിമ പൂർണ്ണമായും ഉപേക്ഷിക്കുമെന്നായിരുന്നു വിജയുടെ മറ്റൊരു പ്രഖ്യാപനം. എന്നാൽ അവിടെയും യൂട്ടേൺ തന്നെയായിരുന്നു കഥ. ദളപതി വിജയ് രാഷ്ട്രീയത്തിൽ സജീവമായതോടെ സിനിമ അഭിനയം അവസാനിപ്പിക്കുകയാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരാധകരും കരുതിയിരുന്നത്. ജനങ്ങൾക്ക് വേണ്ടി തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമയെ ഒഴിവാക്കുന്നുവെന്നാണ് വിജയ് മലേഷ്യയിലെ പരിപാടിയിൽ പ്രസംഗിച്ചത്. എന്നാൽ ജനനായകൻ സിനിമയുടെ നഷ്ടം നികത്തി കൊടുക്കാനായി ജനനായകൻ്റെ നിർമ്മാതാക്കളുടെ മറ്റൊരു സിനിമയിൽ വിജയ് അഭിനയിക്കാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ ഇതിനിടെ പുറത്തു വന്നിരുന്നു. വിജയ് മുൻപ് സ്വീകരിച്ച നിലപാടിൽ നിന്നും വ്യത്യസ്തമാണ്. ഡെയിലി തന്തിയായിരുന്നു ഇത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തത്. നേരത്തെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് വിജയുടെ അവസാന ചിത്രം എന്ന രീതിയിലായിരുന്നു ജനനായകന് പ്രമോഷൻ നൽകിയിരുന്നത്. അതിനാൽ തന്നെ ആ സിനിമയ്ക്ക് വലിയ വാർത്താ പ്രാധാന്യം ലഭിച്ചിരുന്നു. അതിനിടയിലാണ് ഇത് വിജയുടെ അവസാന ചിത്രമായിരിക്കില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. എന്നാൽ അതിന് ഔദ്യോഗിക സ്ഥിരീകരണവും വന്നിരുന്നില്ല. ചുരുക്കത്തിൽ തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ തനിക്ക് സാധിക്കില്ല എന്ന് വിജയ് തൻ്റെ പ്രവൃത്തികളിലൂടെ തെളിയിച്ചിട്ടുണ്ട്. വിജയ് പ്രഖ്യാപിച്ച വൻകിട ക്ഷേമ പദ്ധതികൾ തമിഴ്നാടിൻ്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിനാൽ ഈ ക്ഷേമ പദ്ധതികളുടെ അവസ്ഥ എന്താകുമെന്നും വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു.